ഹെലികോപ്റ്റർ പോകണമെങ്കിൽ 10 മിനിറ്റ് മതി. അത് 3 ദിവസമായിട്ട് ഞാൻ കടലിൽ നിന്ന് കര വന്നിട്ടില്ല. ഇത്ര മണിക്കൂറായിട്ട് കസ്റ്റമേഴ്സിന് ഒന്നും ചെയ്യാനും പറ്റിയില്ല. അപ്പൊ ഈ ജീവനോടെ കിടക്കുന്ന ഒരു വ്യക്തിനെ കൊണ്ടുവരാൻ കഴിവില്ലാത്തതാണ് ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരിക്കലും ഒന്നും ചെയ്തു പോകരുത്, ഒരുത്തന്റെ അടുത്ത് ഒന്ന് വാങ്ങാൻ പോകരുത്. ഒരു ഓട്ടം എന്ന് പറഞ്ഞിട്ട് 1000 രൂപ എന്ന് പറഞ്ഞ് തമിഴ്നാട് വാങ്ങുന്നു, അതേപോലെ കേരളത്തിൽ വാങ്ങിച്ചിട്ടില്ല. വളരെ വിഷമമുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് കേട്ടോ. നിന്റെ നമ്പർ ഉള്ളതുകൊണ്ട് അങ്ങനെ അവരെ വിളിച്ചിരിക്കുന്നല്ലേ? കൂട്ടുകാരെ വിളിച്ചു, ഡാൽസൺ എന്ന് പറഞ്ഞ എനിക്ക് വിളിച്ചു 1.5 മണിക്കൂറായിട്ട് ഇതുവരെ വെള്ളം സ്റ്റാർട്ട് ചെയ്തില്ല. പിന്നെ ഇവരെ എപ്പം പേർക്ക് ഡീസൽ ടീം ചെയ്യുന്നതാണ് ചുമ്മാ വിളിച്ചോണ്ടിരിക്കുന്നത്. കാണാതെ മത്സ്യത്തൊഴിലാളികളെ തിരയാനായി അടുത്തൊരു ഘട്ടം കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു 1/2 മണിക്കൂറിന് മുമ്പ് അവിടെ നിന്ന് കോള് വന്നതായിട്ടാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഇവിടുത്തെ ജനങ്ങളെല്ലാം പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അവിടെ നിന്ന് കോള് വന്നതുകൊണ്ട് വീണ്ടും മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടും അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ബോട്ടും കൂടി ഇവിടെ നിന്ന് അയക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. സ്റ്റാൻലി, എപ്പോഴാണ് കോള് വന്നത്? ഒരു 8:45 ഒരു കോള് വന്നിരുന്നു. എനിക്ക് ആളെ അറിഞ്ഞോടായിരുന്നു. ഞാൻ ഫസ്റ്റ് 2-3 ആരും ചോദിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് എനിക്ക് വെള്ളം ഇല്ല, ഞാൻ പൗൺസിനാണ്, സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതോടെ ഞാൻ പറഞ്ഞു ശരി 3 ദിവസമായിട്ട് കിടക്കുന്നത് നിങ്ങൾ എവിടെ കിടക്കുന്നു? കന്യാകുമാരി കിടക്കണം, അവിടെ ഒരു പാലം ഉണ്ട്, എനിക്ക് നല്ലപോലെ അറിയാമല്ലോ. ഞാൻ പറഞ്ഞു ശരി, ആ പാലം അറിയാൻ നിങ്ങൾക്ക് കരകൊണ്ട് പിടിക്കാൻ പറ്റൂല, നിങ്ങൾ പഠിച്ചാൽ ഇപ്പൊ ഇരിക്കണ ഉയരും ഇല്ലാതാവും, ഇങ്ങനെ മേലായിട്ട് വന്നുകൊണ്ടിരിക്കും, നിങ്ങളെ ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്താം. അതോടെ പറഞ്ഞു എങ്ങനെയെങ്കിലും നീ പോ. അവിടെ കസ്റ്റമേഴ്സിൽ പോയിട്ട് ഇത് വിട്ട് മോഡിയോ ഒരു കടൽപ്പണിക്കാരന് ഒരു ഹെലികോപ്റ്റർ എന്തെങ്കിലും അവിടെ ഇല്ല, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടും നേവിയുടെ ഒരു ബോട്ടും ഒന്നും തന്നെ പോയിട്ടില്ല. മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് ഇപ്പൊ 3 ഉണ്ട്. ഇപ്പൊ നമ്മളെ മത്സ്യത്തൊഴിലാളി നിന്നെ പോലെ എന്നെ പോലെ കഷ്ടപ്പെട്ട പൈസയാണ് ഇപ്പൊ അവർ സ്വന്തമായിട്ട് ചിലവാക്കി ഈ ബോഡി കൊണ്ടുവരാൻ പോകുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ബോട്ട്, ഒരു വള്ളം അവർ തരുന്നത്. അവരിപ്പോ ഇവര് ചെയ്യുന്നത്. ഒരു മുമ്പർ വന്നിരുന്നായിരുന്നു, അവര് പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞ ആര് പറയണ, നീ വന്ന് ചെയ്യും. അതായത് അവര് പറയുന്ന മറുപടിയാണ് ഞാൻ ജനങ്ങളെ ചെയ്യാ. അത് തന്നെ ഇത്ര കഴിഞ്ഞിട്ട് നീ എന്റെ വീട്ടിൽ ഒരു ഓട്ടിന്. നേരത്തെ കോസ്റ്റൽ പോലീസിൽ ജനങ്ങളൊക്കെ പോയല്ല. അത് ഞാൻ പറഞ്ഞിട്ട് തന്നെ പോയത്, എല്ലാവരും ഒരുമിച്ച് പോയി. കാര്യം നിങ്ങൾ തിരക്കിയപ്പുറം അതോടെ എനിക്ക് പറഞ്ഞത് എന്തെന്നറിയാമോ, 2 കപ്പല് ഇറങ്ങി അയച്ചു തരും, നിങ്ങൾ പോയി, നിങ്ങൾ പണിക്കാരന്മാരെല്ലാം വലിയ കപ്പലിൽ വിടാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ കസ്റ്റംസ് കപ്പലാണ്, വെള്ള കപ്പല്. പിന്നെ അത് ഇറക്കി കൂടി 2 മണിക്കൂർ പോകേണ്ട അടുത്ത് 1 മണിക്കൂറിൽ പോകാൻ സ്പീഡ് വെച്ച് പോകാൻ പറ്റും. വലിയ കപ്പലാണ് 1 മണിക്കൂർ. അപ്പൊ അത് അവര് ചെയ്യുന്നില്ല. കാര്യം അവരുടെ ജീവിതം ഒരു വകയില്ലാത്ത ഒരു സാധനമാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവനോടെ കിടക്കുന്ന ഒരു വ്യക്തിനെ കൊണ്ടുവരാൻ കഴിവില്ലാത്തതാണ് ഗവൺമെന്റ്. നമ്മുടെ സിസ്റ്റം, എല്ലാ സിസ്റ്റം ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് പോയി എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. ഒരു പട്ടിയുടെ വകയാണ് ഇപ്പൊ ഇതാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. സാധാരണക്കാരെ മത്സ്യത്തൊഴിലാളികൾ എന്റെ ഇതും കൂടെ ഞാൻ ഒരു വേളം കൂടെ പറയുന്നത്. പിന്നെ നിങ്ങള് ഒരുത്തനെ വിശ്വസിച്ച് ജീവിക്കണ്ട. നിങ്ങളുടെ കയ്യിൽ 10 രൂപ ഉണ്ടോ, ആ പൈസയെ കൊണ്ട് ജീവിക്കാനുള്ള വഴിയാ നോക്ക്. വേറെ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരിക്കലും ഒന്നും ചെയ്തു പോകരുത്, ഒരുത്തന്റെ അടുത്ത് ഒന്ന് വാങ്ങാൻ പോകരുത്. ഒരു ഓട്ടം എന്ന് പറഞ്ഞിട്ട് 1000 രൂപ എന്ന് പറഞ്ഞ് തമിഴ്നാട് വാങ്ങുന്നു, അതേപോലെ കേരളത്തിൽ വാങ്ങിച്ചിട്ടില്ല. ഒരു മത്സ്യത്തൊഴിലാളികളുടെ വിഷമമാണ് ഈ പറയുന്നത്. എത്രമാത്രം കഷ്ടം ആൾക്കാർ നിൽക്കുന്നു. ഒരാള് ജീവനോടെ എടുക്കാൻ പോകുന്നില്ല. ഇതുവരെയും ഒരു കാര്യം അവർ ചെയ്യുന്നില്ല. അവര് വിളിച്ചതായിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും ഇതുവരെയും കോൾ ചെയ്യുന്നു. ഞങ്ങൾ പറഞ്ഞെന്താ, നിന്റെ മൊബൈൽ മാത്രം സ്വിച്ച് ഓഫ് ആകരുത്, സ്വിച്ച് ഓഫ് ആക്കാതെ വെച്ചു. പക്ഷെ എത്രമാത്രം ചാർജ് ഉണ്ടെന്ന് പറയാനും പറ്റില്ല. മഴ എടുക്കാനും പറ്റില്ല. ഇന്ന് മഴയിൽ അവൻ എടുത്ത് ഇത്രയും സംസാരിക്കണമെന്ന് അവന്റെ ജീവിതം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒത്തിരി മനസ്സിലാക്കാൻ. 300 കോമ്പസ് 44 മൈലേജ്. കാര്യം ഇവിടെ നിന്ന് ഓടിയാൽ എങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ ഓടും. ഈ 4 മണിക്കൂറിന്റെ അവർക്ക് എന്ത് പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് അത്രയും നമ്മൾ സേഫ്റ്റി ആകണം. 4 മണിക്കൂർ, 10 മിനിറ്റിനകത്ത് ഈ ലൊക്കേഷൻ എടുത്തെടുക്കാം. അത് ഇവര് ചെയ്യുന്നു. ഒരു ഹെലികോപ്റ്റർ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഒരു 10 മിനിറ്റിനകത്ത് തന്നെ അവിടെ ഈ മത്സ്യത്തൊഴിലാളി കിടക്കുന്ന സ്ഥലത്ത് തന്നെ റീച്ചായി തീർച്ചയായും അവരെ സഹായിക്കാൻ പറ്റുന്നതായിരിക്കും. അതാണ് ഇപ്പൊ എല്ലാവരും ആശ്രയിക്കുന്നത്. പക്ഷെ ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ഹെലികോപ്റ്റർ സംവിധാനം ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇവിടെ പറയാനുള്ളത്. എല്ലാ മത്സ്യത്തൊഴിലാളികളും വേദന എടുത്തിട്ട് അവനും കരഞ്ഞിറങ്ങി ഹെലികോപ്റ്റർ ഇപ്പൊ വിടാൻ പോണെന്ന് പറയുന്നുണ്ട്. ഇപ്പോ കൊച്ചിന്ന് ഹെലികോപ്റ്റർ ഇപ്പൊ വരുമെന്ന് പറയുന്നു. ഇപ്പൊ ഈ കോള് വന്ന വിഷയം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അവരുടെ ഡയറക്ടറാണ് എന്നെ വിളിച്ചത്. ഇപ്പം കൊച്ചിന്ന് ഹെലികോപ്റ്റർ എടുക്കാൻ പോകാന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു അറിയിപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ ഹെലികോപ്റ്ററിന്റെ സംവിധാനം ഇപ്പൊ എടുക്കാൻ പോകുന്നതായിട്ട് പറയുന്നുണ്ട്.
അപ്പൊ നമ്മളവിടെ സംസാരിച്ചത് അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് ഒരു എടുത്ത 2 സെക്കൻഡ് മത്സ്യത്തൊഴിലാളിയുടെ മോനാണ്, അതായത് അവിടെ അകപ്പെട്ട് കിടക്കുന്ന മത്സ്യത്തൊഴിലാളിയുടെ മോനാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. എന്തായാലും നമുക്ക് നോക്കാം, ഇതിപ്പോ ഇവിടെ നിന്ന് പോകുന്ന മത്സ്യത്തൊഴിലാളിയാണോ കൊണ്ടുവരാൻ പോകുന്നത്, അതോ ഹെലികോപ്റ്റർ സംവിധാനമാണോ റീച്ചായി അവർക്ക് മുമ്പ് തന്നെ പോയി ഞങ്ങൾ കളഞ്ഞിട്ടാണ് ഇത് എടുക്കാൻ പോണത്. ഞങ്ങൾക്ക് ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കാറ്റ് ഒരു മഴയും വരും, ഞങ്ങൾക്ക് സേഫ്റ്റി ഇല്ല, ഗ്യാരണ്ടി വരെ ഇല്ലാതെയാണ് പോകുന്നത്. പോകാൻ പോകും. വളരെ വിഷമമുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് കേട്ടോ. ബാക്കി വിഷമമുണ്ട്. വിടാൻ പോണ നമ്മുടെ വള്ളം ഒന്ന് നോക്കാം. ഇനിയൊരു വെള്ളമാണ് ചൗക്കില്. ഇത് വരെ രണ്ടാമതുള്ള അല്ലേ? ഞാൻ കണ്ടില്ലല്ലോടാ എട്ടാ, ജോലിക്ക് പോയത് എട്ടാനേ, എട്ടാ. എട്ടാനേ. നീന്തി വരാൻ പറ്റുമെങ്കിൽ വാങ്ങ എട്ടാ. എട്ടാനേ. എട്ടാനേ. എട്ടാ. എട്ടാ, അമ്മ അരമണിക്കൂർ 1 മണിക്കൂർ കൂട്ടിരിക്കും എട്ടാനേ. ഒരു വെള്ളം ഓക്കെ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കോള് വന്നു, അരമണിക്കൂർ മുമ്പ് കോള് വന്നു, അവിടെ ലൊക്കേഷൻ പറഞ്ഞിരുന്നു. ഒത്തിരി മാധ്യമ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ തിരച്ചിലിനായി പോകുന്ന വെള്ളം പുറപ്പെട്ട് കഴിഞ്ഞു. ഈ കാണുന്നതാണ് തിരച്ചിലിന് പോകുന്ന വെള്ളം. കാണാതായ മത്സ്യത്തൊഴിലാളികളെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ കരയ്ക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. താങ്ക് യു.